FC ബാഴ്സലോണയുടെ സൂപ്പർ താരം റോബർട്ട് ലെവൻഡോസ്കി ഒരു പുതിയ റെക്കോർഡ് താരം തന്റെ പേരിൽ എഴുതി ചേർത്തെടുക്കുകയാണ്. അവസാന മത്സരത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെ 2 ഗോളുകൾ നേടിയപ്പോഴാണ് ഈ ഒരു റെക്കോർഡ് ആള് തന്റെ പേരിൽ കുറിച്ചിട്ടുള്ളത്. റെക്കോർഡ് എന്താന്ന് വെച്ചാൽ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ടീമുകൾക്കെതിരെ ഗോൾ സ്കോർ ചെയ്യുന്ന താരമായിട്ട് ലെവൻഡോസ്കി മാറിയിട്ടുണ്ട്. അതായത് 41 ഡിഫറെന്റ് ക്ലബ്ബുകൾക്കെതിരെ ലെവൻഡോസ്കി ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 2ാം സ്ഥാനത്തുള്ളത് ലിയോ മെസ്സിയാണ്. 40 ടീമുകൾക്കെതിരെയാണ് മെസ്സി സ്കോർ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ 41 ടീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ നമ്മുടെ പ്രീമിയർ ലീഗ് ക്ലബ്ബുകളായ ആഴ്സണൽ, മാഞ്ചസ്റ്റർ സിറ്റി, ടോട്ടനാം, ചെൽസി, ന്യൂകാസിൽ. ഇതിൽ ന്യൂകാസിലാണ് ഇപ്പോൾ നിലവിൽ പുതുതായിട്ട് വന്ന ക്ലബ്ബ്. ഈ ഒരു ക്ലബ്ബുകൾക്കെതിരെയൊക്കെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിയൽ മാഡ്രിഡ്, മലാഗ, ബാഴ്സലോണ, അത്ലറ്റിക്കോ മാഡ്രിഡ്, വിയാറയൽ, അതുപോലെ തന്നെ റോമ, യുവന്റസ്, ലാസിയോ, ഇന്റർ, നെപ്പോളി, അതുപോലെ തന്നെ ബയൺ മ്യൂണിക്കും പിന്നെ ബൊറൂസിയ ഡോർട്ട്മുണ്ട് ഇതിന് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ഒളിമ്പിക് മാർസെ, PSG, ലിയോണ്, സ്റ്റേഡ് ഡി ബ്രസ്റ്റ്, അതുപോലെ തന്നെ പോർട്ടോ, ബെൻഫിക്ക, അയാക്സ്, PSV, ഇസ്താംബുൾ ബസസ്റ്റിക്സ്. അങ്ങനെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അറിയില്ല, നിങ്ങൾക്ക് ടീം കിട്ടിയിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഷക്തറിനായിട്ട് നമ്മുടെ ഉക്രൈനിയൻ ക്ലബ്ബ് ഷക്തറിനായിട്ട് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ഡൈനാമോ കീവിനായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഒളിമ്പിയാക്കോസിനെതിരെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ AEK അതേതാ ക്ലബ്ബ് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ റഷ്യൻ ക്ലബ്ബായ സെനിറ്റ്, റോസ്റ്റോവ്, അതുപോലെ തന്നെ ബെൽജിയം ക്ലബ്ബായ അന്തർലക്ഷത്ത്, അന്തർവെർപ്പ്, പിന്നെ അതുപോലെ തന്നെ ഡൈനാമോ സാക്ബർഗ്, സ്ലാവിയ പ്രാഹ, പിന്നെ വിക്ടർ പൈസൺ, പിന്നെ കോപ്പൻഹാഗൻ യങ് ബോയ്സ്, പിന്നെ സാൾസ്ബർഗ് റെഡ് സ്റ്റാർ തുടങ്ങിയ ക്ലബ്ബ് 41 ക്ലബ്ബ്. ഇതിൽ പ്രൊണൗൺസിയേഷൻ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം വായിക്കുന്നത്, അതുകൊണ്ടാണ് പ്രൊണൗൺസിയേഷനിലെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള 41 ക്ലബ്ബുകൾക്കെതിരെ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട് നമ്മുടെ റോബർട്ട് ലെവൻഡോസ്കി. നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോയിലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.